നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UCL നടന്ന ആർസണൽ PSG മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൂയിസ് എൻറിക്കെ ഈ ഒരു സീസണെങ്കിലും PSG നന്നാക്കി എടുക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മാറ്റവും കാണുന്നില്ല. പഴയ പല്ലവി തന്നെ. ഒരുപാട് പൊസിഷൻ ഉണ്ട്, പാസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻഡ് പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഗോൾ അടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ആർസണൽ 2-0 ഈ മത്സരം വിജയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു PSG ഗോൾ കീപ്പർ ആയിട്ടുള്ള ഡൊണറുമയുടെ മിസ്റ്റേക്കുകളാണ് ഈ 2 ഗോളുകൾ കൺസിഡർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ട്രൊസാർഡാണ് 20ാമത്തെ മിനിറ്റിൽ ഈ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. പുള്ളി ലെഫ്റ്റ് സൈഡിലൂടെ ഒരു കിടിലം പന്തുമായിട്ട് വരുന്നു. ഹാവർട്സ് വളരെ കൃത്യമായിട്ട് ബോക്സിലേക്ക് റൺ ചെയ്യുന്നുണ്ട്. ഒരു ക്രോസ് ബോക്സിലേക്ക് എത്തുന്നു. ഇവിടെ ഡൊണറുമ നിങ്ങൾ ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഓടി വരുമ്പോൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യണം. മിസ്ജഡ്ജ് ചെയ്തു. വളരെ കൃത്യമായിട്ട് ഹാവർട്സ് ഒരു ടച്ചോടെ ഈ ബോൾ ബോക്സിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 20ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ആർസണൽ എത്തുകയും ചെയ്തു. PSG 1-2 ഹാഫ് ചാൻസുകൾ കിട്ടി. ഇവിടെ ന്യൂനോ മെൻഡിസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് പറയണം. പുള്ളിയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി ഡിഫ്ലക്ഷനോടെ പുറത്തേക്ക് പോയി. നെവേഴ്സിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒഫെൻസീവ്ലി ഒരുപാട് ചാൻസുകളൊന്നും 2 ടീമുകളും ക്രിയേറ്റ് ചെയ്തില്ല. 7-8 ചാൻസുകൾ ഇരു ടീമുകൾക്കും കിട്ടി. എന്നാൽ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ ആർസണൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ 35ാമത്തെ മിനിറ്റിൽ സെക്കൻഡ് ഗോൾ വരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഒരു കോമഡി ഗോളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം റൈറ്റ് സൈഡിൽ നിന്ന് സാക്ക ഒരു പന്ത് ബോക്സിലേക്ക് ഇടുന്നു. ഭീകരമായിട്ടുള്ള ഒരു പന്തൊന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 3 ആർസണൽ പ്ലേയേഴ്സ് ആണ് ഈ ബോളിന് വേണ്ടി അറ്റാക്ക് ചെയ്തത്. ഗബ്രിയൽ ഉണ്ടായിരുന്നു, മാർട്ടിനലി ഉണ്ടായിരുന്നു, തോമസ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ 3 പേരും ഈ ബോൾ മിസ് ചെയ്തു. പിന്നിൽ നിൽക്കുന്ന ഡൊണറുമയും മിസ് ചെയ്തു. അങ്ങനെ ബോള് കൃത്യമായിട്ട് അകത്തേക്ക് കയറുകയും ചെയ്തു. സാക്കക്ക് ഒരു ഗോള് കിട്ടി. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പന്ത് തന്നെയായിരുന്നു. പുള്ളി മിസ് ചെയ്തതോടെ 2-0 ലീഡിലേക്ക് 35ാമത്തെ മിനിറ്റിൽ ആർസണൽ എത്തുകയും ചെയ്തു. 1-2 ഹാഫ് ചാൻസുകൾ സെക്കൻഡ് ഹാഫിലും PSG ഉണ്ടായിരുന്നു. ഇവിടെ അഷ്റഫ് ഹക്കീമിയുടെ ഒരു ഷോട്ട് ക്ലോസ് റേഞ്ചിൽ വെച്ച് ഡേവിഡ് റായ സേവ് ചെയ്തു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഡൊണറുമയുടെ ക്ലോസ് റേഞ്ചിലുള്ള 2 സേവുകൾ ഉണ്ടായിരുന്നു. മാർട്ടിനലിയുടെ ഒരു ഷോട്ട് സേവ് ചെയ്തു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇംപ്രൂവ് ആയിട്ടുള്ള പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു. പക്ഷേ തിരിച്ചു വരാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു ലൂയിസ് എൻറിക്കെ ടീമിനെ വീണ്ടും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. കാരണം ഷോർട്ട് പാസ് കൊടുക്കുന്നു, ടിക്കി ടാക്ക ഫുട്ബോൾ കളിക്കുന്നു, ഫൈനൽ തേർഡ് വരെ ബോളൊക്കെ എടുത്ത് പോകും. അവിടെ നിന്ന് പെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ത്രൂ പാസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ക്രോസ് കൺവേർട്ട് ചെയ്യാനോ ഒന്നും ഈ എൻറിക്കെ ടീമിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള മിക്കായൽ മെറീനോ ഇന്ന് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി. കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാർട്ടിംഗ് ആണ് പുള്ളിയുടെ സൈഡിൽ നിന്ന് കണ്ടത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-0 ലീഡോടെ ആർസണൽ വിജയിക്കുകയും ചെയ്തു. ഡേവിഡ് റായയുടെ സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഡിഫൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ PSG ഇപ്പോഴും ആ ഒരു അറ്റാക്കിംഗ് സ്കിൽസ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. ലൂയിസ് എൻറിക്കെ ഇത് ഫിക്സ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പൊ PSG എത്രത്തോളം ടൈം ഉള്ളിൽ കൊടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.